എൻ്റെ പേര് അംബിക. ഞാൻ ആലപ്പുഴ മുഹമ്മ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഉടമ്പടി എടുത്തത് 2023 ജൂൺ മാസം 24-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. സാക്ഷ്യം പറയാൻ വൈകിപ്പോയി. അതിന് തന്നെ ഞാൻ ആദ്യം ദൈവത്തോട് മാപ്പ് ചോദിക്കുകയാണ്. എനിക്ക് 32 വർഷത്തിലധികമായ ശ്വാസം മുട്ടലായിരുന്നു. എൻ്റെ ചേട്ടൻ്റെ പേര് പാസി. പുള്ളിക്ക് കെട്ടിടത്തിൻ്റെ വർക്കാണ് ജോലി. അപ്പോൾ ഞാൻ ഈ ശ്വാസം മുട്ടൽ തുടങ്ങിയിട്ട് 32 വർഷമൊന്നും അല്ല, അതിലധികമായി. ചെയ്യാൻ മരുന്നുകളില്ല. ആയുർവേദവും ഇംഗ്ലീഷും ഹോമിയോ ഒറ്റമൂലി അങ്ങനെ മരുന്നുകൾ ചെയ്ത് ഞങ്ങൾ മടുത്ത് വിഷമിച്ച്. അപ്പോൾ വിശ്വാസികളാണ് ഞങ്ങളെങ്കിൽ പോലും ഈ ശ്വാസം മുട്ടലെന്ന അസുഖം മാറുന്നില്ല. അപ്പോൾ എൻ്റെ ചേട്ടൻ ഈ പത്രമൊക്കെ നോക്കിയിട്ട് പറയും, അംബിക നീ ഉടമ്പടി എടുക്ക്, അപ്പോൾ അത് മാറി കിട്ടും. ഞാൻ പറയും, ചേട്ടാ ഞാൻ കുർബാന കൂടുന്നുണ്ട്, പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, ധ്യാനം കൂടാൻ പോകുന്നുണ്ട്, എന്നിട്ട് പിന്നെ എൻ്റെ ശ്വാസം മുട്ടൽ മാറാത്ത എന്താണ്? ഉടമ്പടിയിൽ എന്താ ഇത്ര പ്രത്യേകത എന്ന് ഞാൻ ചോദിച്ചു. അല്ല, നമ്മൾ സാക്ഷ്യം ഇത് കാണുന്നതല്ലേ, അതുകൊണ്ട് നീ ഉടമ്പടി എടുക്കുമെന്ന് പലവട്ടം പറഞ്ഞു. പക്ഷേ ആൾക്കാരെന്നെ പറഞ്ഞ് പേടിപ്പിച്ച്. ഉടമ്പടി എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. കൃപാസനത്തിൽ പോയാൽ ഉടമ്പടി ഉടമ്പടി എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. അത് നമ്മൾ വിചാരിച്ചാൽ നടക്കത്തില്ല. ഞാനതിൽ വിശ്വസിച്ച്, ഒരു യേശുവിൽ വിശ്വാസിയായിട്ട് പോലും ഞാനതിലങ്ങ് വിശ്വസിച്ച് പോയി. അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ തന്നെ പോയി. വീണ്ടും എൻ്റെ ചേട്ടൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഉടമ്പടി. എന്ത് വന്നാലും ചേട്ടൻ കൂടി എന്നേക്കാൾ വിശ്വാസിയും എന്നേക്കാൾ പ്രാർത്ഥിക്കാൻ ജാഗ്രതയും കാണിക്കുന്ന ഒരാൾ എൻ്റെ ചേട്ടനാണ്. എനിക്ക് ദൈവം അങ്ങനെ ഒരാളെയാണ് കൂട്ടാളിയായിട്ട് ദൈവം തന്നത്. അതെൻ്റെ ഒരു വലിയ കൃപയായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഇത്രയും പഴക്കമുള്ള ഈ ശ്വാസം മുട്ടൽ പ്രാർത്ഥിച്ച് 1 മാസമായപ്പോൾ തന്നെ, 1 മാസമായെന്ന് ഞങ്ങൾ പിന്നെ നോക്കിയെടുത്തതാണ്. കാരണം പിന്നെ എനിക്ക് ശ്വാസം മുട്ടലില്ല, ഞാനങ്ങ് മറന്നുപോയി. അപ്പോൾ ഞാൻ പറയും, ചേട്ടാ ഒരു സ്ഥലത്ത് പോകാൻ മേല, അതൊരു പട്ടിക ചൊല്ലും പോലെ ചൊല്ലണം. കാരണം വെളിയിലോട്ട് ഇറങ്ങാൻ മേല. വണ്ടിയിലാണ് നമ്മൾ പോകുന്നെങ്കിൽ പോലും പെട്രോളിൻ്റെ മണം, അല്ലെങ്കിൽ പെട്രോൾ അടിക്കാൻ ചെന്ന് അവിടെ നിന്നെന്ന് അതിൻ്റെ മണം കേൾക്കാൻ വയ്യ. വീട്ടിൽ തൂത്തുവാരാൻ വയ്യ, കടുക് വറുക്കാനോ മീൻ വറുക്കാനോ അങ്ങനെ ഒന്നും വയ്യ. പഴവർഗ്ഗങ്ങളൊന്നും കഴിക്കാൻ വയ്യ. ഒരു കല്യാണ ചടങ്ങ് വന്നാൽ എനിക്ക് അവിടുത്തെ ചെന്നൊരു ഫുഡ് കഴിക്കാൻ എനിക്ക് വയ്യ. സന്ധ്യ കഴിഞ്ഞാൽ ഒട്ടും വയ്യ. കല്യാണ ചടങ്ങൊക്കെ സന്ധ്യ കഴിഞ്ഞാലല്ല മിക്കതും. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിന് എനിക്ക് പോകാൻ വയ്യ. സദ്യയ്ക്ക് പകൽ സദ്യയ്ക്കാണെങ്കിൽ പോലും എനിക്ക് പായസ പഴ അങ്ങനെ ഒന്നും കഴിക്കാൻ വയ്യ. മോര് കൂട്ടാൻ വയ്യ, പച്ചമോര് മോരെന്ന് പറയാൻ പോലും വയ്യ. ഒരു സാധനം എനിക്ക് കഴിക്കാൻ വയ്യ. തേങ്ങ അരച്ച് കറി വെച്ച മീൻ കറി മാത്രം കൂട്ടി ഇത്തിരി ചോറ് തിന്നുന്ന ഒരാളാണ്. അല്ലാതെ ഫുഡെന്ന് പറഞ്ഞാൽ ഒന്നും എനിക്ക് കഴിക്കാൻ വയ്യ. കഴിച്ചാൽ എനിക്ക് വിമ്മിഷ്ടമാണ്. അപ്പോൾ ഒരു ഭക്ഷണവും ഡോക്ടർ അപ്പോൾ പറയും, കഴിക്കാൻ പറ്റുന്നത് കഴിക്കുക. ചക്കപ്പഴം കഴിച്ച് ഒരു പ്രാവശ്യം കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ചക്കപ്പഴം നാട്ടുഭക്ഷണമല്ലേ, അത് കഴിച്ചിട്ടും ഉണ്ടായ എന്ന് ചോദിച്ച്. എനിക്കൊന്നും പറ്റുന്നില്ല, ഒന്നും കഴിക്കാൻ വയ്യത്തില്ല. എനിക്ക് ഭക്ഷണത്തോട് ഭയമാണ്, ഞാനൊന്നും കഴിക്കത്തില്ല. അങ്ങനെ ആയിട്ട് പോലും എൻ്റെ ശ്വാസം മുട്ടൽ മാറിയില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞില്ല. അതാണൊരു സത്യമായ കാര്യമാണത്. ഞാൻ അറിഞ്ഞില്ല എൻ്റെ ശ്വാസം മുട്ടൽ ദൈവം എടുത്തു മാറ്റി. ഇപ്പം ഞാൻ ഇത്രയും നേരം എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ കാര്യം ഇപ്പം എനിക്ക് എല്ലാം തിരിച്ച് ചെയ്യാൻ പറ്റും. എവിടെ പോയാലും എന്ത് ചെയ്താലും ഫുഡ് എന്ത് കഴിച്ചാലും ഇപ്പം എല്ലാത്തിനും ഞാൻ പോകുന്നു. എനിക്കെല്ലാം കഴിക്കാൻ പറ്റും. എനിക്കൊന്നും പാടില്ലാഴികയില്ല. അതാണൊരു പരമസത്യം. ഞങ്ങൾ അറിഞ്ഞില്ല. ചേട്ടനോട് ഞാൻ സംസാരിക്കുമ്പോഴേ 1 2 3 പേർക്ക് പറഞ്ഞാലും ചേട്ടൻ കേൾക്കത്തില്ല. അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്താ ചേട്ടാ ഇത് ചെവി കേൾക്കാൻ മേലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ജോലി സ്ഥലത്ത് ചെന്നാൽ ചേട്ടന് കെട്ടിടത്തിൻ്റെ വർക്കാണ്, വർക്ക് ചെയ്യിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ എപ്പോഴും വർക്ക് ചെയ്തില്ലെങ്കിലും ജോലി സ്ഥലത്ത് ചെന്നാൽ പിള്ളേരൊക്കെ പറഞ്ഞാലും എനിക്കൊന്നും കേൾക്കുന്നില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടെങ്കിലേ കേൾക്കാൻ പറ്റുള്ളൂ എന്ന്. എൻ്റെ ദൈവമേ, എന്ത് ചെയ്യും? ചെവി കേൾക്കാൻ പാടില്ല, നമുക്ക് ജോലി ചെയ്യാൻ പറ്റുമോ? പിള്ളേർ ഉണ്ടെന്ന് പറഞ്ഞാലും. ഞങ്ങളാകെ വിഷമത്തിലായി. ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ളതല്ലേ, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ എങ്കിലും ഡോക്ടറെ അടുത്ത് പോകണമല്ലോ. അങ്ങനെ ഡോക്ടറെ അടുത്ത് ചെയ്യുമ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ വേണം, 1 ലക്ഷം 1.5 ലക്ഷമൊക്കെ പുള്ളി കണക്ക് കൂട്ടി ഡോക്ടർ പറഞ്ഞ്. അപ്പോൾ ശരി ഓക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോന്നു. പിന്നെ ഈ ഒരു കാര്യത്തിനായിട്ട് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ടില്ല. ഒരു 4-5 മാസം വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കാൻ ഇവിടെ വന്നപ്പോൾ ഇത് നിയോഗം കാഴ്ചവെച്ച്
ചേട്ടൻ്റെ ചെവിയുടെ കേൾവിക്കുറവ്. അത്ഭുതം എന്ന് പറയട്ടെ, ചെവിയുടെ ഈ തൈലം അകത്തും പുറത്തും പെരട്ടും ഉപ്പും തേനും കഴിക്കും. ഉടമ്പടി രാവിലെ നമ്മൾ പ്രാർത്ഥിക്കില്ല. ഇന്ന് ഞങ്ങൾ അതിന് ഒരു തടസ്സവും ഞങ്ങൾ വരുത്തിയിട്ടില്ല. എവിടെയെങ്കിലും പോയാൽ പോലും ഞങ്ങൾ അന്ത്യ താമസിക്കത്തില്ല. കാരണം 2 നേരത്തെ പ്രാർത്ഥന, അതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ഞങ്ങൾ അത് ചെയ്ത് ചെവിയുടെ ഈ 4-5 മാസമൊന്നും എടുത്തില്ല, പെട്ടെന്ന് തന്നെ. എങ്കിലും ഞാനൊരു കണക്ക് കൂട്ടി പറഞ്ഞതേ ഉള്ളൂ, 4-5 മാസം. എൻ്റെ ചേട്ടന് ചെവി കേൾക്കാം, ഒരു കുഴപ്പമില്ല. അതിനുവേണ്ടി പിന്നെ ഒരു ഡോക്ടറെ അടുത്ത് പോകേണ്ടി വന്നില്ല. അതിന് ദൈവത്തിൻ്റെ കോടാനുകോടി നന്ദിയാണ് ഞാൻ ഇതിനൊക്കെ പറയണത്. എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. പറഞ്ഞാലും തീരാത്ത നന്ദി. കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് ചെയ്യും. കാരണം ഞങ്ങളുടെ അടുത്ത് തന്നെ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തവരും വസ്ത്രമില്ലാത്തവരും അങ്ങനെയൊക്കെ ഞങ്ങൾ അറിഞ്ഞ് ചെയ്യും. പിന്നെ ഒരു വയ്യാഴിക വന്ന് എന്നറിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന എന്താണ്, ഭക്ഷണ സാധനം മേടിച്ച് നിറച്ച് കൊണ്ടു കൊടുക്കും. അല്ലെ പൈസ മതിയെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കും. അങ്ങനെ എന്താണ് ആവശ്യമെന്ന് നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിച്ച് ചെയ്യും. അല്ലാതെ ഇന്നത് ചെയ്തേക്കാം എന്നല്ല. പിന്നെ അനാഥാലയത്തിൽ ഞങ്ങൾ കൃത്യമായിട്ട് അവിടെ കൊടുക്കേണ്ടത് അവിടെ കൊടുത്തിരിക്കും. ഭക്ഷണം അറേഞ്ച് ചെയ്ത് ഒരു ദിവസം രാവിലത്തെ, അപ്പോൾ അവർ ചോദിക്കും ഒരു ഫുള്ളേ ഭക്ഷണം കൊടുക്കണം, അതാ ഒരു നേരത്തെ അല്ല, രാവിലത്തെ ഭക്ഷണം, ഉച്ചക്കത്തെ ഭക്ഷണം, വൈകിട്ടത്തെ ഭക്ഷണം അനാഥാലയത്തിൽ കൊടുക്കുമ്പോൾ ഫുള്ളേ. അതിന് 10,000-10,000 ആയാലും ഞങ്ങൾ അതിനായിട്ടൊരു ശേഖരിക്കലുണ്ട്. ഒരു 1000 രൂപയുടെ പണിയെടുത്താൽ 100 രൂപ യേശുവിൻ്റെ പേഴ്സെന്നാണ് ഞങ്ങൾ പറയുന്നത്. ആ പേഴ്സിൽ വെച്ചിട്ടേ ഞങ്ങൾ മറ്റേ ബാഗിൽ വയ്ക്കത്തുള്ളൂ പൈസ. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ. എന്നത് തുടങ്ങി അന്ന് തൊട്ട് ഞങ്ങളുടെ ജീവിതം വളരെ വളരെ വിജയപ്രദമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് മാത്രം വേണ്ടിയല്ല നമ്മൾ ജോലി ചെയ്യുന്നത്. ചെയ്യാൻ പാടില്ലാത്ത അനേകരുണ്ട്, അവർക്ക് കൂടി വേണ്ടിയാണ് നമ്മൾ ജോലി ചെയ്യുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടായി. അങ്ങനെ ഞങ്ങൾ ആരും പറഞ്ഞു തന്നിട്ടല്ല, ദൈവം പറഞ്ഞു തന്ന് അങ്ങനെ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഒരു കുഴപ്പമില്ല. നല്ല രീതിയിൽ ഞങ്ങൾക്ക് പണി ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടും പണി ചെയ്ത് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഈ ചെവി കേൾവി സാധിച്ച് തന്നതിനോർത്ത് ദൈവത്തിന് കോടാനുകോടി നന്ദി. പിന്നെ എൻ്റെ വീട്ടിൽ കുറച്ച് സ്ഥലമുണ്ട്. ഞാൻ ഇത്രയും പ്രായമായില്ലേ, 10-60 വയസ്സായി എനിക്ക്. അപ്പോൾ പിള്ളേരുടെ അതിൻ്റെ ആവശ്യമില്ല എങ്കിൽ പോലും എനിക്കൊരു ആഗ്രഹം, എടാ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണമല്ല എന്ന്. അപ്പോൾ എൻ്റെ സഹോദരങ്ങൾ ഞങ്ങൾ 7 പേരാണ്. അങ്ങനെ അപ്പോൾ എല്ലാവരും, ഈ ചേട്ടൻ മാത്രമേ ഇച്ചിരി ദൈവത്തിൻ്റെ ഇടപെടലുള്ളത് കൊണ്ട് ചേട്ടൻ മാത്രമേ കാര്യമായിട്ട് എന്തെങ്കിലും അവരോട് സംസാരിക്കത്തുള്ളൂ, മറ്റുള്ളവരെല്ലാം പുറകോട്ടിടിയും. അതുകൊണ്ട് പാസി ഒന്ന് ഇടപെട് അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ചേട്ടൻ തന്നെ ഇടപെട്ട് ആ കാര്യങ്ങൾ സാധിക്കാൻ ചെന്ന് ഇവിടെ വന്നപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഇതുകൂടി നിയോഗം വെച്ചു. അത് നല്ല രീതിയിൽ അതിൽ സന്തോഷകരമായിട്ട് സഹായിച്ചു തരണേ എന്ന് നിയോഗം വെച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഈ ചേട്ടനെ കൊണ്ട് തന്നെ അവരളവുകാരെ കൊണ്ടുവരുത്തി. എൻ്റെ ആങ്ങളമാർ 3 പേരുണ്ട്, അവരിടപെട്ടില്ല, അവർ കൂടെ ചേർന്ന്. പക്ഷേ ചേട്ടനെ കൊണ്ട് തന്നെ പാസ് തന്നെ, ഇപ്പോൾ അളവുകാരുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങളുള്ളത് കൊണ്ട് അങ്ങനെ പാസ് തന്നെ അളവുകാരെ കൊണ്ടുവന്നത് നമുക്ക് കച്ചും കണയും തീർത്ത് എല്ലാവർക്കും ഉള്ളത് എഴുതി അളന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ തന്നെ അളവുകാരെ കൊണ്ട് ചെന്ന് കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് ഒരാൾക്ക് 7.5 സെൻറ്റും ആങ്ങളയ്ക്ക് 20 സെൻറ്റ്, കുടുംബത്തിൽ താമസിക്കാൻ ആങ്ങളയ്ക്ക് 20 സെൻറ്റുമായിട്ട് സ്ഥലം ഞങ്ങൾ ഓഹരി ചെയ്ത്. എന്നിട്ടൊരു വഴിയില്ലാത്ത സ്ഥലമായിരുന്നു, ഒരു വഴിയില്ല, റോഡുമില്ല, ഒന്നുമില്ല, ഇടക്കൂടിയുള്ള സ്ഥലമാണ്. എന്നാലും ഇച്ചിരി സ്ഥലമല്ലേ എന്നോർത്താണ് ഞങ്ങൾ അതിന് മുൻകൈ എടുത്തത്. അത്ഭുതമെന്ന് പറയട്ടെ, അടുത്ത ഉടമ്പടിയിൽ ഞാൻ നിയോഗം കാഴ്ചവെച്ചു. ഒരിക്കലും ജീവിതത്തിൽ ആ പ്രദേശവാസികൾ പറയുന്നു, ഞങ്ങൾ വിചാരിച്ചത് പൊയ്ക്കോട്ടെ, ആ പ്രദേശവാസികൾക്ക് അനേകർ കൂടി ഈ ചേട്ടനെ കൊണ്ട് ദൈവം കൃപാസനാമ്മ ഇടപെട്ടത് കൊണ്ട് ഒരു അനുഗ്രഹമായി മാറി. കാരണം ആദ്യം റോഡ് വഴി പോരാ, റോഡ് വേണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഒരുപാട് ആവശ്യക്കാർ കൂടി വന്ന് അങ്ങനെ വഴി പോലും ജീവിതത്തിൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞ പാർട്ടി കൃപാസനാമ്മ ഇടപെട്ട് ഇപ്പോൾ റോഡായി. പാസി ഇതെങ്ങനെ സാധിച്ചു എന്ന്, അതെൻ്റെ കഴിവല്ല, എൻ്റെ കൃപാസനാമ്മ സാധിച്ചു തന്നതാണ്. തരത്തില്ല എന്ന് ഒരിക്കലും. അതിനായിട്ട് കോടീശ്വരനാണ് ഞങ്ങൾക്ക് വഴി തരേണ്ട. പേര് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ അറിയപ്പെടാത്ത ഒരു മനുഷ്യരാരും ഇവിടെ ഇരിപ്പില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത്രയ്ക്കൊരു കോടീശ്വരനാണ് ആ മനുഷ്യൻ. പക്ഷേ പാവത്തുങ്ങൾക്കൊരു വഴി കൊടുക്കില്ല. പക്ഷേ കൃപാസനാമ്മ ഇടപെട്ടപ്പോൾ ആ വഴി ഞങ്ങൾക്ക് കിട്ടി. ഇപ്പം റോഡ് വരെ ആയി. അതിന് എങ്ങനെ നന്ദി പറയണമെന്നറിയത്തില്ല. എങ്കിലും ഞാനും എൻ്റെ ചേട്ടനും കോടാനുകോടി നന്ദി പറയുകയാണ്. ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും ഒരു കോടാനുകോടി നന്ദി. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ.
അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസറായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി ഒരു നാമമേ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. അത് മധുരമുള്ള ഈശോ എന്ന നാമമാണ്. അംബികയും ഹസ്ബൻഡ് ഭാസിയും ഇവിടെ വന്ന് അവരുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ നിന്ന് ഏറ്റുപറഞ്ഞത്. അംബികയോടും ഭാസിയോടും കൂട്ടുകാരെല്ലാവരും പറഞ്ഞത്, നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കില്ല, കാരണം അതൊരു വലിയ സംഭവമാണ്. അത് സത്യം തന്നെയാണ്. ഉടമ്പടി എന്ന് പറഞ്ഞത് ഒരു വലിയ സത്യം തന്നെ, വലിയൊരു സംഭവം തന്നെയാണ്. കാരണം ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, വിശ്വസ്തരായവർക്ക് മാത്രം എടുക്കാനുള്ളതാണ്, ചെയ്യാനുള്ള പ്രാർത്ഥനയാണ് ഉടമ്പടി എന്ന് ഉടമ്പടി എടുത്തവർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഉടമ്പടി എടുത്താൽ അത് ഉഴപ്പാനുള്ളതല്ല, അത് ഒരു ചെയ്യുന്ന പ്രാർത്ഥനയാണെന്ന് നാം പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാകും. 32 വർഷമായി ശ്വാസം മുട്ടൽ എന്ന ഒരു വലിയ അസ്വസ്ഥത ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്താൽ 1 മാസത്തിനുള്ളിൽ അവർ പോലും അറിയാതെ, അംബിക പോലും അറിയാതെ ആ ശ്വാസം മുട്ടൽ ഈശോ സൗഖ്യപ്പെടുത്തി കൊടുത്തു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. കാരണം ഈ സഹോദരിക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ പെട്രോൾ, ഏതൊരു മണമോ ഒന്നും സാധ്യമായിരുന്നില്ല. വളരെ കാലം, 32 വർഷം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാലഘട്ടം ആ സഹനത്തിലൂടെ കടന്നുപോയപ്പോഴാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ജീവിതഭാരം കുറച്ചുകൊണ്ട് സന്തോഷവും സൗഖ്യവും ഈ മകൾക്ക് പ്രദാനം ചെയ്തത്. ഭാസി എന്ന ഹസ്ബൻഡ് പറഞ്ഞു, നീ ഉടമ്പടി എടുക്ക്, നമുക്കിത് സാധിക്കും. അദ്ദേഹത്തിൻ്റെ വിശ്വാസവും വിശ്വസ്തതയുമാണ് അംബികയ്ക്ക് കൊടുത്ത ഉറപ്പ്. ഇവർ വളരെ സ്നേഹത്തോടു കൂടി ഈശോയെ സ്നേഹിക്കുന്ന ഒരു ദമ്പതികളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ സൗഖ്യവും ഇവരുടെ സ്നേഹവും ഇവരുടെ അനുഭവങ്ങളുമെല്ലാം വളരെ പെട്ടെന്ന്, അച്ഛൻ്റെ ഭാഷയിൽ പെട്രോൾ കത്തുന്നത് പോലെ കത്തിയത് ഇവരുടെ വിശ്വസ്തത കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാം. ഉടമ്പടി എടുത്ത് 1 മാസം കൊണ്ട് ശ്വാസം മുട്ടൽ അവസാനിച്ചു. അപ്പോഴുണ്ടായിരുന്ന ഒരു വലിയ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവർക്ക് മറ്റൊരു ആശ്വാസം കൂടി നൽകുകയുണ്ടായി. ഇവർ ഹസ്ബൻഡിൻ്റെ ഭാസിയുടെ കേൾവിക്കുറവ്, കുറച്ച് മാസങ്ങളായി അദ്ദേഹത്തിന് കേൾക്കാൻ സാധിക്കുന്നില്ല. ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്ന ഒരുപാട് സാക്ഷ്യങ്ങൾ നമുക്ക് സുവിശേഷത്തിൽ തന്നെ വായിക്കാം. ഈശോ ചെവിയിൽ കൈയിട്ടുകൊണ്ട് പറയുന്ന എഫാത്ത, തുറക്കപ്പെടട്ടെ. നമ്മുടെ എല്ലാ ജീവിതാവസ്ഥകളും തുറക്കപ്പെടുന്ന ഒരു വലിയ സൗഖ്യം നമുക്ക് സുവിശേഷത്തിൽ തന്നെ കാണാൻ സാധിക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ ചെയ്ത അതേ അത്ഭുതം തന്നെയാണ് ഇന്ന് ഈ അൾത്താരയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് വളരെ അസ്വസ്ഥപ്പെട്ടിരുന്ന ഒരു അസുഖം, കേൾവിക്കുറവ്, ഈശോ തുറന്നു കൊടുത്തു. അദ്ദേഹത്തിന് ഇപ്പോൾ പൂർണ്ണമായും കേൾക്കാൻ സാധിക്കുന്നു. എത്ര തന്നെ മരുന്ന് ചെയ്താലും ഈ ശ്വാസം മുട്ടലോ അല്ലെങ്കിൽ കേൾവിക്കുറവോ എത്രയെത്ര ഡോക്ടേഴ്സിനെയോ എത്രയെത്ര വൈദ്യ സാങ്കേതിക എല്ലാം അവർ പരിശ്രമിച്ചിട്ടും ഈശോയ്ക്ക് മാത്രമേ അവരെ തൊടാൻ സാധിച്ചുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അസാധ്യമായ ഒരു കാര്യമായിരുന്നു, അവർക്ക് വഴിയും പ്രമാണവും ലഭിക്കുന്നില്ലായിരുന്നു. പരിശുദ്ധ അമ്മ ഇടപെട്ടപ്പോഴാണ്, അംബികയുടെ ഭാഷയിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടപ്പോൾ എത്ര തന്നെ വലിയ വ്യക്തികളായാലും പരിശുദ്ധ അമ്മ ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം എപ്പോഴും സാധ്യമായിരിക്കും. നമുക്ക് എത്ര തന്നെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാലും, നമുക്ക് എത്ര തന്നെ മെറിറ്റ് ഉണ്ടായാലും, നമുക്ക് എത്ര യോഗ്യതയുണ്ടായാലും കൃപയില്ലെങ്കിലൊന്നും ഉടമ്പടി വർക്ക് ചെയ്യില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അംബികയ്ക്കും ഭാസിക്കും ഈശോയ്ക്കും അവർക്ക് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.